നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട മോരുകറിയാണ്. മോരുകറി തയ്യാറാക്കാൻ അറിയാത്തവരാരും തന്നെ ഇല്ല. മോരുകറിയെന്നോ അല്ലെങ്കിൽ മോര് കാച്ചുവെന്നോ പറയാം. ഇതിൽ നാളികേരമൊന്നും ചേർക്കുന്നില്ല, പക്ഷേ കുറച്ച് ടിപ്സൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മോരുകറി നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയുന്നതാണ്, എങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ മോരുകറി തയ്യാറാക്കാം. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. ആദ്യം തന്നെ തൈര് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 2 കപ്പ് തൈരാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് തൈര് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്താലും മതിയാവും. പക്ഷേ മിക്സിയിലാക്കുമ്പോഴേക്കും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് അടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലോട്ട് മാറ്റാം. മോരുകറി തയ്യാറാക്കാനായിട്ട് കുറച്ച് പുളിയുള്ള തൈര് എടുക്കുന്ന കേട്ടോ കുറച്ചും കൂടി നല്ലത്. ഇതിപ്പോൾ കുറച്ച് കട്ടിക്കാണ്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ മോരുകറി തയ്യാറാക്കുന്ന സമയത്ത് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല സ്മൂത്താക്കി എടുക്കുക. അപ്പോൾ മിക്സിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പക്ഷേ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോഴാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന മോരുകറി തേങ്ങ ചേർക്കാത്ത മോരുകറിയാണ്. അതുകൊണ്ട് തന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈര് തന്നെയാണ്. അങ്ങനെ നമ്മൾ തൈര് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കും. തൈര് കൂടാതെ തന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട്. അതായത് ഒരു 4 മുതൽ 5 ചെറിയുള്ളി ഇങ്ങനെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം കരിവേപ്പില, വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തേക്കണേ. പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക്, ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇത്രയാണ് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് മോരുകറി തയ്യാറാക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം മൺചട്ടിയിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വരെ ചേർക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ചെറിയ സ്പൂണ് കടുക്, കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുമ്പോൾ ഉലുവ കൂടി പോലെ 1/4 ടീസ്പൂൺ തന്നെ ധാരാളം മതിയാകും. ഇനി പച്ച ഉലുവ ഇല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഉലുവപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതായത് കടുക് നന്നായിട്ടൊന്ന് പൊട്ടണം. എപ്പോഴും നമ്മൾ കടുകൊക്കെ ഇറക്കുമ്പോൾ കടുക് നന്നായിട്ടൊന്ന് പൊട്ടുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനത്തെ കടുകും ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത്, കൂടെ തന്നെ വെളുത്തുള്ളി ഒരു 4 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ചെറുതാണെങ്കിൽ ഒരു 5 മുതൽ 6 ചെറിയ വെളുത്തുള്ളി എടുക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു കറിക്ക് ചില സ്ഥലത്ത് മോരുകറി എന്ന് പറയും, അല്ലാന്നുണ്ടെങ്കിൽ മോര് കാച്ചതെന്ന് പറയും. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സൈഡിലൊക്കെ എന്താണ് പറയുന്നതെന്നൊന്ന് മെസ്സേജ് ചെയ്യണേ. ഞങ്ങളുടെ സൈഡിലൊക്കെ മോരുകറി എന്നാണ് കേട്ടോ പറയുന്നത്. അടുത്തതായിട്ട് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യമേ തന്നെ വറ്റൽമുളക് ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റി ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടുന്നതിന് ശേഷം വറ്റൽമുളക് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. 5 മുതൽ 6 ചെറിയ ഉള്ളി നീളത്തിലല്ല കട്ട് ചെയ്യേണ്ടത്, റൗണ്ട് അതായത് സർക്കിളായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഓരോ കറികൾ തയ്യാറാക്കുമ്പോൾ ഉള്ളി പല രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. ഈ ഒരു ഒഴിച്ചറിയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മളിങ്ങനെ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ താളിച്ചൊക്കെ ചേർക്കുമ്പോൾ കട്ട് ചെയ്യില്ലേ, അതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ഒരു ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല. ആ ഒരു ബ്രൗൺ കളർ ആയി വരുന്ന ഒരു സമയമുണ്ടല്ലോ, അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അന്നേരം ഈ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി കുറച്ചും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി ആ ഒരു പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. അപ്പോൾ ഈ മോരുകറി നമ്മൾ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മോരുകറി. പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ. എന്നാലും മാത്രമേ ആ ഒരു മോരുകറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ചെറിയുള്ളിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് മതിയാവും. ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല. എന്നാൽ ബ്രൗൺ കളർ ആയി വരുന്ന ഒരു സമയം. മോരുകറി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യമാണ് ഇതുപോലെ ഉള്ളി ചെറുതായിട്ടൊന്ന് കളറി മാറി വരുന്ന ഒരു സമയം. ഇനി ഇതിലോട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് 3 പച്ചമുളകാണ് ചേർക്കുന്നത്. പച്ചമുളകും കൂടെ ചേർത്തതിന് ശേഷം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഫ്ലെയിം തീരെ ലോ ആക്കി വയ്ക്കുക. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ ചേർത്തത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടും കുറവ് മുളക് പൊടി കൂടെ ചേർക്കുക. മുളക് പൊടി കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ മോരുകറിക്ക് കുറച്ചൊരു കളറും കൂടെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് ഈ ഒരു അളവിലും ചേർത്താൽ മതിയാകും. പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. ഇനി ഉലുവപ്പൊടിയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്തെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കായപ്പൊടിയാണ് ചേർക്കുന്നത്. സാധാരണ മോരുകറിക്ക് കായപ്പൊടി ചേർക്കാറില്ല, പക്ഷേ കായപ്പൊടി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചേർത്ത് നോക്കണേ. പ്രത്യേക ഒരു ടേസ്റ്റാണ്. കായപ്പൊടി ചേർക്കുമ്പോൾ കൂടിപ്പോയരുത്. 1/4 ടീസ്പൂണിനെക്കാട്ടി കുറവ് കായപ്പൊടിയാണ് ചേർക്കാനായിട്ടുള്ളത്.
എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന തൈര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഈ സമയം ഫ്ലെയിം തീരെ സിമ്മിലാക്കി വെക്കണം കേട്ടോ. അതായത് പൊടികൾ ചേർക്കുന്നതിന് മുന്നേ ഫ്ലെയിം സിമ്മിലാക്കി വെക്കുക. മോരുകറി കുറച്ച് കട്ട് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ആ ബൗളിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ കൺസിസ്റ്റൻസി ആവശ്യമുള്ളത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല, തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറുതായിട്ടും ചൂടാവാനേ പാടുള്ളൂ. 1-2 മിനിറ്റ് കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. മോരുകറി തയ്യാറാക്കുമ്പോൾ ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മൾ മോരുകറി തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന തൈരിന് അധികം പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ തൈരും കൂടി ചേർക്കണേ. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന തൈര് അത്രയ്ക്ക് പുളിയില്ല, ചെറിയ പുളി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിൽ പഞ്ചസാര ചേർക്കാത്തത്. അധികമൊന്നും ചേർക്കണ്ട, 1/4 ടീസ്പൂൺ പഞ്ചസാര മാത്രം ചേർത്താൽ മതിയാകും. തൈരും കൂടി ചേർത്തതിന് ശേഷം 1-2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കാം. മോരുകറിയുടെ കൺസിസ്റ്റൻസി ഇതാണ്. ഈ സമയം ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്തെടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാദേറിയ മോരുകറി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും ലൈക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈറ്റ് അടച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ മോരുകറി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മുതൽ 15 മിനിറ്റ് ആയിട്ടുണ്ട്. മുന്നത്തെ കാട്ടിലും കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ. പറ്റുന്ന പോലെ സന്തോഷിച്ചിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.